ബട്ടു സൂക്ഷിച്ച്. തലയ്ക്ക് മേലെ ഞാൻ തന്നെ പറക്കുന്നല്ല. ബട്ടു എഴുന്നേക്ക്. ബട്ടു പ്രൊഫസർ എന്തിനാണ് വരുന്നതെന്ന് ഞാൻ പോയി നോക്കിട്ട് വരാം. ടിങ് ടോങ്, ഈ ബാറ്റ് നീ പിടിച്ചോ. ഹലോ പ്രൊഫസർ. എനിക്കൊരു പ്രശ്നമില്ല. എന്നല്ല ചോദിച്ചത്, ഹലോ എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ കാതും കേൾക്കാതെ ആയോ? ശരി പറയൂ, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, എങ്ങനെയുണ്ട് എന്റെ ക്രിയേഷൻ? ഇതാണ് ഞാൻ കണ്ടുപിടിച്ചത്, ആംഗ്രി സ്പ്രേ. ഇതാണ് എന്റെ റോബോട്ടിക് തേനീച്ച. ഈ തേനീച്ചയുടെ അടുത്തുനിന്നൊരു സ്പ്രേ വരും. അത് ആരുടെ ദേഹത്ത് കൊള്ളുന്നു അവർക്ക് ഭയങ്കര ദേഷ്യം വരും. ഇതിനെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈശ്വരാ, ഈ തേനീച്ച എവിടുന്നാ വന്നതെന്ന് ഒട്ടും അറിയില്ലല്ലോ. വാങ്ങിച്ചോ. എന്തിനാണോ നീ അതിനെ തല്ലിയത് കൊണ്ട് അത് ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോയി. അതുകൊണ്ട് എനിക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറന്നു പോവാണ് സാജി. കണ്ടു, ടിങ് ടോങ് അവനൊരു തേനീച്ചെന്ന് വിചാരിച്ച് പറന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെങ്ങോട്ട് പോയാലും ഞാൻ നിങ്ങളെ വിടില്ല. ഇപ്പൊ കണ്ട എന്റെ കാറ്റ് പേടിക്കണ്ട ഞാനാണ്. നിങ്ങൾ ഈ കാണിക്കുന്നത് നിക്ക്. എന്റെ ഈശ്വര, കട്ടു, എന്റെ സിക്സ് സെൻസ് പറയുന്നു ഇവിടെ എന്തോ പ്രശ്നമുണ്ടാവാൻ പോകുന്നു. അതിന്റെ അടുത്തെത്തി നമ്മള്. താങ്ക് യു ബട്ടു, നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അറിയില്ലായിരുന്നു. സമയം വേസ്റ്റ് ആക്കല്ലേ, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കട്ടെ. ഓക്കെ, ഫോളോ മീ. അനങ്ങിപ്പോകരുത്. ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. ഫിൽറ്റർ ചെയ്യാതെയാണോ ചായ കുടിക്കുന്നത്? പിള്ളേരെ, ചായ ഫിൽറ്റർ ചെയ്യുന്ന സാധനം എവിടെ ഉണ്ടെങ്കിലും ഇപ്പൊ ഇവിടെ എത്തിക്കണം. സാറിന് അത് അത്യാവശ്യമാണ്. നീ മോഷ്ടിച്ചിട്ട് ഒരു ഇൻസ്പെക്ടർ എന്റെ അടുത്ത് സംസാരിക്കുന്നു. ഞാൻ നിന്നെ ജയിലിൽ അടയ്ക്കുന്നതാണ്. മിണ്ടിപ്പോകരുത്. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ വെടിവെച്ച് കൊല്ലും. നിങ്ങൾക്ക് എന്നെ മനസ്സിലായല്ലോ. മിണ്ടരുത്. ആ മൺമാണിയുടെ ദേഹത്ത് തേനീച്ച സ്പ്രേ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആ മൺമാണി എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നെന്ന് നമുക്ക് നോക്കാം. അനങ്ങിപ്പോകരുത്. അവിടെ നിൽക്ക്. എന്താണ് ചെയ്യുന്നത്? നിങ്ങളെല്ലാവരും അറസ്റ്റ് ചെയ്യാതെ ഓടാതെ. ഞാൻ അടിക്കട്ടെ സാറേ. സാറേ, എങ്ങോട്ടാ പോകുന്ന സാറേ? ഇതിങ്ങ തന്നേരെ. അതും കൂടി ഇങ്ങ തന്നാ കൊള്ളാമായിരുന്നു. നന്ദിയുണ്ട് സാറേ, ഞാനും വരുന്നു സാറേ. ഈ ഗട്ടുവും ബട്ടുവും പ്രൊഫസറിനോടൊപ്പം ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? പ്രൊഫസർ ഒന്ന് പറയ്. ബട്ടു, ഇതെന്റെ റോബോട്ടിക് തേനീച്ചയാണ്. ഇതിനെ ഒരു റൂട്ടിൽ ഓപ്പറേറ്റ് ചെയ്ത് ആരുടെയെങ്കിലും ദേഹത്ത് സ്പ്രേ ചെയ്യിപ്പിച്ചാൽ അവരുടെ അടുത്ത് നിൽക്കുന്നവരടുത്തേക്കാണ് പുക വരിക. നമ്മൾ ഈ ആംഗർ സ്പ്രേനെ ഏതെങ്കിലും ഭയങ്കര കുറ്റവാളികളുടെ ദേഹത്ത് സ്പ്രേ ചെയ്താൽ ആ ക്രൂരന്റെ അടുത്ത് നിൽക്കുന്നവർക്കായിരിക്കും അവനേക്കാളും കൂടുതൽ ദേഷ്യം വരിക. അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങളിപ്പോ കണ്ടില്ലേ,
ഷേർ സിംഗും അവന്റെ ഗുണ്ടകളും മൻമാണി സാറിനെ ഇട്ട് തല്ലുന്നത്? അതിനൊക്കെ കാരണം വേറൊന്നുമല്ല, ഈ സ്പ്രേ തന്നെയാണ്. ഇനിയെങ്കിലും നിങ്ങൾ വിശ്വസിക്കൂ. ഇനി ഇത് റിപ്പയർ ചെയ്തു വെച്ചാൽ മതി. ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം പ്രൊഫസർ ഉണ്ടാക്കിയ റോബോട്ട് തേനീച്ചയാണോ? ഇപ്പൊ കട്ടുപറ്റണം ഞാൻ ആരാണ് തീർച്ചയായും മനസ്സിലാവും. വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് ആണെന്ന്. ആദ്യത്തെ പേര് എന്താണ് ബോസ്? സിംഹം സംസാരിച്ചോണ്ടിരിക്കുമ്പോ എലികൾ മിണ്ടാൻ പാടില്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ പോവാ. രണ്ടുപേരും അടുത്തേക്ക് വരൂ. പ്രൊഫസറെ, ഇങ്ങനെ നടത്താൻ മുട്ട പോകുന്നു. സൂക്ഷിച്ച്. ഇതില്ല ഞാൻ. അമ്മേ, എന്റെ കൈ പോയേ. കട്ടു കട്ടു, പുറകിലെ നോക്ക്. ഇതെന്താണ്? എന്താണ് നമുക്ക് മേലിൽ ഇട്ടിരിക്കുന്നത്? പ്രൊഫസർ, ഇതിലിരിക്കൂ പ്ലീസ്. എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് കിട്ടി. ഓടിക്കോ. എന്താ ചെയ്യേണ്ടത്? എന്നെ ഇടിക്കല്ലേ, എന്നെ ഇടിക്കല്ലേ. എന്താ നീ എന്നെ ഇടിക്കുന്നത്? വേഗം വണ്ടി എടുക്കേ. വെരി ഗുഡ് കട്ടുപട്ട്, വെരി ഗുഡ്. വരൂ, നമുക്കിനി വീട്ടിൽ പോകാം. ഈ റോബോട്ട് തേനീച്ച ഉപയോഗിച്ച് ഞാൻ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ? ആരെങ്കിലും ഉണ്ടോ നോക്കാം. ചായ കുടിച്ചോളൂ, ചായ കുടിച്ചോളൂ, ചായ കുടിച്ചോളൂ. കേട്ടോ സാജി, ഇതാ ചൂടുള്ള ചായ. ഓ, ടിങ് ടോങ്, ഇന്നത്തെ ചായയിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. എപ്പോഴത്തെയും പോലെ ഇല്ലെന്നേ. എനിക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല. അങ്ങനെയല്ല പറഞ്ഞത് ടിങ് ടോങ്. ഞാൻ പറഞ്ഞത് ചായ നന്നായിട്ടുണ്ട്, പക്ഷെ എന്തോ ഒരു കുറവുണ്ടെന്നല്ലേ ഉള്ളൂ. അതില് വലിയ കാര്യമൊന്നുമില്ലെന്നേ. എന്തായാലും ഒന്ന് സമാധാനിക്കേ. എന്റെ ചായ നന്നല്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ ചായ നന്നല്ലെന്ന് പറഞ്ഞില്ലേ? ടിങ് ടോങ്, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? സോറി. ഇനി മുതൽ ചായ ഭയങ്കര മോശമാണെങ്കിലും ഞാൻ കൊള്ളത്തില്ലെന്ന് പറയേയില്ല. ടിങ് ടോങ്, വേണ്ടെന്നേ. എന്നെ ഇങ്ങനെ തല്ലാൻ വരല്ലേ. എന്താ ടിങ് ടോങ് ഇത്? ഞാനല്ലേ പറയുന്നത്. ടിങ് ടോങ്, നിങ്ങൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ടിങ് ടോങ്. ബട്ടു, നീ കാണുന്നില്ല ഇതൊന്നും? ടിങ് ടോങ്ങിന്റെ ചായയിൽ എന്തോ ഒരു കുറവുണ്ടെന്ന് പറഞ്ഞപ്പോ ടിങ് ടോങ് എന്നെ തല്ലാൻ വരുന്നു. എന്ത് പറഞ്ഞിട്ട് നിർത്തുന്നില്ലെന്നേ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ബട്ടു, എന്താ നിനക്ക് പറ്റിയത്? ഇനി എന്ത് വന്നാലും ഞാൻ ചായനെ കുറിച്ച് ഒന്നും പറയില്ലേ. എനിക്ക് എത്ര ധൈര്യം സാജി, പ്രൊഫസർ, ടിങ് ടോങ്ങിനും ബട്ടുവിനും എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല. ഒരു ചായയുടെ പേര് പറഞ്ഞ് എന്നെ തല്ലാൻ വരികയാണ്. എല്ലാരും നിന്നെ തല്ലുമ്പോ ഞാൻ മാത്രം തന്നെ നിന്നെ തല്ലാതിരിക്കുന്നത്. ഞാൻ തല്ലും. ഇപ്പൊ
നിങ്ങൾക്ക് എന്താ പറ്റിയത് പ്രൊഫസറെ? എല്ലാരും കൂടി എന്റെ പുറകെ വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഇനി നിങ്ങളുടെ ആങ്കർ സ്പ്രേ കാരണമാണോ ഇതൊക്കെ സംഭവിക്കുന്നത്? ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. വഴിയാക്കും നിന്നെ. അവിടെ നിക്ക്. എന്റെ അമ്മേ. ഇതെന്താ ഇത്? ഇങ്ങോട്ട് കേറി വരല്ലേ, വേണ്ട, കുലിക്കല്ലേ. നിങ്ങൾ അടിക്കാതെ വിടില്ല ഞാൻ.